നമ്മുടെ കൊച്ചു കേരളത്തിൽ ഈയിടെയായിട്ട് വളരെയധികം നമ്മൾ കേട്ടുവരികയാണ്, നോട്ട് ജസ്റ്റ് എൽഡർലി പീപ്പിൾ, ഈവൻ യങ്സ്റ്റേഴ്സ്, ടീനേജേഴ്സിന് വരെ കാർഡിയോവാസ്കുലർ റിലേറ്റഡ് ഡിസീസസ്, ഹാർട്ട് അറ്റാക്സ് എല്ലാം ഇൻക്രീസിംഗ്ലി കൂടി വരികയാണ്. അത് എന്തുകൊണ്ടാണ് കൂടി വരുന്നത്? യങ്സ്റ്റേഴ്സിൽ എന്തായാലും ഹാർട്ട് ഡിസീസിന്റെ ഇൻസിഡൻസ് കൂടിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. യു മേ നോട്ട് ഗെറ്റ് എക്സാക്ട് ഫിഗേഴ്സ്. ആക്ച്വലി നമുക്ക് അങ്ങനത്തെ ഒരു ലാർജ് സ്കെയിൽ സ്റ്റഡി അങ്ങനെ ഒരു പ്രൂവ് ചെയ്യുന്ന രീതിയിൽ ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമുക്കിപ്പം ഒന്ന് നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മളിപ്പോൾ ട്രീറ്റ് ചെയ്യുന്ന പേഷ്യൻസിനെ കാണുമ്പോഴും അവരുടെ ഒരു ഏജും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. രണ്ട്, സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന റിപ്പോർട്ട്സ്, ജിമ്മിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവുന്ന സഡൻ കാർഡിയക് ഡെത്ത്സ്. മൂന്ന്, ചില റിപ്പോർട്ട്സ് റീസെന്റ് നമുക്കറിയാം, ഒരു ഫോറൻസിക് സർജൻ ഹാസ് ഡൺ സം ഓട്ടോപ്സി ഫോർ പെട്ടെന്നുള്ള മരണങ്ങളിൽ കുറെ യങ്സ്റ്റേഴ്സിനുണ്ടായ ഡെത്തുകളിലുള്ള സമയത്ത് പുള്ളി ഓട്ടോപ്സി ചെയ്ത് നോക്കുമ്പോൾ അവർക്കൊക്കെ ഹാർട്ട് ഡിസീസ് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കുറെ റിപ്പോർട്ട്സ് ഉണ്ട്. അതൊക്കെ ഫാക്ട്സ് ആണ്. പക്ഷെ അതിൽ ഫിഗേഴ്സ് എത്രത്തോളം സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇനി എന്തായാലും കേരളവും അതുപോലെ തന്നെ ഇന്ത്യയും ഇറ്റ് ഈസ് ഗോയിങ് through a phase where more youngsters are involved in this heart related issues എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. Genetics also plays a role? Yes, of course. We are more prone, അല്ലേ? They are more genetically we are more prone. ആ ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 20s, 30s, 40s. പണ്ടൊക്കെ നമ്മൾ പലപ്പോഴും 45 വയസ്സ് 50 വയസ്സ് കഴിയുമ്പോഴേ ഹാർട്ടിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ നമുക്കൊരു 20കളിലും 30കളിലും 40കളിലും ഒക്കെ നമ്മൾ ഹാർട്ടിനെ പറ്റി അവെയർ ആവേണ്ട സിറ്റുവേഷൻ എന്തായാലും ഡെഫിനറ്റ്ലി ഉണ്ട്. നമ്മൾ അതിനൊരു കെയർ എടുക്കണം എന്നുള്ളത് തന്നെ നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം.